മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിയമനിർമ്മാണം ഉടൻ ഉണ്ടാകുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി സംഘർഷം പ്രതിരോധിക്കാൻ സർക്കാർ പരമാവധി ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി ഒ.ആർ. കേളുവും പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമനിർമ്മാണത്തിന്റെ കരട് ബിൽ തയ്യാറായതാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയമപരിധിയിൽ നിന്നുകൊണ്ടാണ് കേരളം പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരുന്നത്. കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ച ശേഷം സർക്കാരിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് ഈ മേഖലയിൽ ഇടപെടാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര നിയമം മൂലം നമ്മുടെ വനംവകുപ്പ് നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര ഗവൺമെന്റുമായി പലവട്ടം ആശയവിനിമയം നടത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മന്ത്രിമാർ നേരിട്ട് ചെന്ന് ആ കാര്യം ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയെ കണ്ട് സംസാരിച്ചെങ്കിലും ഇന്നും അത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിയമത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പുതിയൊരു നിയമനിർമ്മാണം സംസ്ഥാനത്തിൻ്റെതായി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കരട് ബിൽ തയ്യാറായിട്ടുണ്ട്. ആ കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് ആശയവിനിമയം നടത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയ അവബോധമുണ്ടാക്കണമെന്ന് ചടങ്ങിൽ സംസാരിച്ച പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. സെൻട്രൽ നിയമത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള വിവിധ പദ്ധതികളാണ് ഇന്ന് മുഖ്യമന്ത്രിയും ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ഒരു അവബോധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേണം എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ജില്ലയിൽ മാത്രമൊന്നുമല്ല, ഇപ്പോൾ എല്ലാ ജില്ലയിലും വന്യമൃഗ ശല്യത്തിൻ്റെ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ചടങ്ങിൽ കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും മിഷൻ പ്രഖ്യാപനം, പ്രൈമറി റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനോദ്ഘാടനം എന്നിവ നടന്നു. മുതിർന്ന സർപ്പ വോളണ്ടിയർ വിദ്യാരാജുവിനെ ആദരിച്ചു. സർപ്പ 2ാം ഘട്ട ഉദ്ഘാടനം, സർപ്പ പാഠം കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം, വനാതിർത്തിയിലെ സ്മാർട്ട് ഫെൻസിംഗ് പദ്ധതി പ്രഖ്യാപനം എന്നിവയും നടത്തി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.